ചെയ്തിടാത്ത കുഞ്ഞാടിനെ പാപികൾ ചേർന്നു ക്രൂശിക്കാനായി വിധിച്ചിതാ. സ്നേഹിതനായി പോലും ഇന്നാര് ആത്മത്യാഗം ചെയ്തിടുമേ? ഇത്രമേലൊക്കെ പാപം ചെയ്തിട്ടും എന്തിനങ്ങനെ സ്നേഹിച്ചു? നീ നിസ്സഹായനായി നോക്കുമ്പോൾ എൻ്റെ ഉള്ളം പിടയുന്നു. ക്രൂശിതാ, ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ക്രൂശിതാ, ഞങ്ങളങ്ങയെ കുമ്പിട്ടായിരം സ്തോത്രം പാടുന്നു. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇതാ, ലോകരക്ഷകൻ പീലാത്തോസിന്റെ മുമ്പിൽ പരാജിതനെ പോലെ നിൽക്കുന്നു. രാജരാജന്റെ കൈകളിൽ പരിഹാസത്തിന്റെ ഞാങ്ങണ. ആർക്കും അറപ്പ് തോന്നും വിധം പടയാളികളുടെ തുപ്പലും അവന്റെ തന്നെ ചോരയും ആ മുഖത്ത് കുറുകി പിടിച്ചിരിക്കുന്നു. മഹാരാജാവെ, നിനക്കൊരു കിരീടമെന്ന് പരിഹസിച്ച് ആണിമുള്ളുകൊണ്ട് മെനഞ്ഞ മുൾക്കിരീടം ആരോ അവന്റെ തലയിൽ അടിച്ച് ഉറപ്പിച്ചു. അയ്യോ, വേദന നിമിത്തം അവന്റെ പവിത്ര ശരീരം ചുരുണ്ടുപോയി. നിർമ്മല മിഴികളിൽ നിന്നും ചോരക്കണ്ണുനീർ പാഞ്ഞു ഒഴുകി. എങ്കിലും ഒരു നേർത്ത തേങ്ങലിൽ ആ കഠോര വേദനയെ ഒതുക്കുവാൻ അവന് കഴിഞ്ഞു. നാഥ, നീ നിശബ്ദനാകേണ്ട സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. നിന്റെ സംസാരം അതിരു കവിഞ്ഞുപോയി നാഥ. പ്രമാണികളെ അല്ലേ നീ അണലി സന്തതികളെന്ന് വിളിച്ചത്? അവരുടെ അന്തരംഗം ശവക്കല്ലറയാണെന്ന് പറഞ്ഞില്ലേ? സമൂഹം തള്ളിയ കുഷ്ഠരോഗികളെ ചുംബിച്ചില്ലേ? മഹാപാപികളോടൊത്ത് അങ്ങ് ഭക്ഷിച്ചില്ലേ? പാടില്ലായിരുന്നു നാഥ, അതൊന്നും പാടില്ലായിരുന്നു. എൻ്റെ കർത്താവേ, അല്പമെങ്കിലും അങ്ങയോട് സദൃശ്യനായി ജീവിക്കണമെന്ന് വെച്ചാൽ നാഥ, ഞാനും വിധിക്കപ്പെടുമെന്ന് എനിക്ക് അറിയാം. എനിക്ക് ഭയമാണ് നാഥ. ഇപ്പോൾ തന്നെ ചുറ്റുമുള്ളവരെല്ലാം കൂടി എന്നെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞു. എതിർത്തു നിൽക്കുന്നവരോട് ഒത്തുതീർപ്പുണ്ടാക്കുന്നതല്ലേ ഭേദം എന്ന് ഞാൻ ഓർത്തുപോകുന്നു. എങ്കിലും കർത്താവേ, പൊരുതുവാൻ എന്നെ പരിശീലിപ്പിക്കണമേ. ശബ്ദമുയർത്തുവാൻ അങ്ങെന്നെ ശക്തനാക്കണമേ. ജീവിതാന്ത്യം വരെ കുരിശിൻ്റെ ഭോഷത്വം പുണരുവാൻ എന്നെ സഹായിക്കണമെന്ന് നിന്റെ അമ്മ വഴി ഞാൻ പ്രാർത്ഥിക്കുന്നു.